ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു ഓറഞ്ചാണ്. ഒരു ഓറഞ്ച് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഓറഞ്ച് എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഓറഞ്ച് തന്നെ എടുക്കണം, അതായിരിക്കും നല്ലത്. ഞങ്ങളിതിലാകെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള ഈ ഓറഞ്ച് എല്ലാം തന്നെ നമ്മൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ നൈഫോ വെച്ചോ നമുക്കിത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൊത്തമായിട്ടത് ഫുൾ ക്ലീൻ ആവുന്ന രീതിയിൽ നിങ്ങളത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഡെസേർട്ട് നമ്മൾ കഴിക്കുന്നത് സ്പൂൺ വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സ്പൂണിൽ നിന്ന് ഈ ഒരു ഐസ്ക്രീം പോലെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ താഴെയുള്ള ആ ഓറഞ്ചിൻ്റെ ഇത്തിരി തൊലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം രുചിയായിരിക്കും. ഇതിന് ശേഷം നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ജ്യൂസ് നമ്മൾ നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുത്താലും മതി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ നാരുകളോ അതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കൊരു മിക്സി ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ഈ ജ്യൂസ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളൊരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാല് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ പാല് തിളപ്പിച്ചതോ ഒന്നും ചെയ്തതല്ല, ജസ്റ്റ് ചിൽ ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണിത്. ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്താലാണ് ഇതിലൊരു കട്ട പിടിക്കാത്ത പോലെ നമുക്ക് ഇത് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണിക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയായിരിക്കും നല്ലത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് തിളപ്പിക്കാത്ത പാലാണ്. 1 കപ്പ് പാലെന്ന് പറയുമ്പോൾ 250 ml ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പാല് ചെറുതായി ഒന്ന് ചൂടായി തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ അതിലേക്ക് 60 ഗ്രാം പഞ്ചസാര ഇടണം. 60 ഗ്രാം പഞ്ചസാര എന്ന് പറയുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ഇട്ടതിന് ശേഷം നിങ്ങൾ നന്നായി ഇളക്കി കൊടുക്കണം. ഈ പഞ്ചസാരയെല്ലാം അലിഞ്ഞു ചേരുന്നത് വരെ തന്നെ നിങ്ങളിത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലത്തെ പഞ്ചസാര എല്ലാം തന്നെ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലവർ പാൽ ആ മിക്സ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം എപ്പോഴും തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് കാണാം, ഇതുപോലെ വലിയ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നിങ്ങൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് കൂളാവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് കുറച്ചായിട്ട് നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചൂട് പോകാത്ത ഈ മിക്സിലേക്കാണ് നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ പിരിഞ്ഞു പോകാൻ പോലെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത് ഏകദേശം നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർക്കാവൂ. അതിനുശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്മൂത്ത് ടെക്സ്ചറായിട്ട് തന്നെ നമുക്കിതിലേക്ക് കിട്ടും. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിതിൽ അങ്ങനെ ഇട്ടിട്ടില്ല. അതിനുശേഷം നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലിയിലേക്ക് ഈ ഒരു മിക്സ് നമ്മൾ അതിലേക്ക് നിറച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ 2 ഓറഞ്ചിൽ നമ്മളിത് നന്നായിട്ട് ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഓറഞ്ചിൻ്റെ തൊലി നിങ്ങളിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം.
നിങ്ങൾക്ക് 2-3 മണിക്കൂർ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കട്ടിയോടെ നല്ല ചില്ലായിട്ട് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് 12 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് രാവിലെ കഴിക്കുകയോ ചെയ്യാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.